ഹലോ ഗൈസ്, ഇന്ന് നാജിയുടെ കല്യാണമാണ്. ഒരു 11 മണി ആയപ്പോഴാണ് ആള് മേക്കപ്പ് കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ നാജിയുടെ ബൊക്കെ അടിച്ചു മാറ്റി ഓളെ ഏട്ടൻ ഇരിക്കുക. കൊച്ചു കള്ളൻ. സ്വന്തം ഏട്ടൻ ബൊക്കെ അടിച്ചു മാറ്റി വിഷമാണ് ആ മുഖത്ത് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആൾ ഒരു സൈഡിൽ പോയി ആളുടെ കാക്കൂനെ വിളിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോ എടുക്കലായി. സാനിയ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറിയത്. ആളെ കൂടെ അവിടെ നിന്ന് കരച്ചിലായി. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നു. അങ്ങനെ ചെക്കൻ്റെ നാത്തു നേരെ പോയി നാജീനെ കെട്ടിപ്പിടിച്ചു കൊടുത്തു. അങ്ങനെ കെട്ടിപ്പിടിക്കൽ ഉമ്മ കൊടുക്കൽ കലാപരിപാടിക്ക് ശേഷം അവളെ നേരെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ബാക്കിയുള്ള ആൾക്കാരും കൂടെ എത്തി. പെട്ടെന്ന് ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ വിചാരിച്ചു ഇതെന്താ ചെക്കൻ അകത്ത് നിൽക്കുന്നത്. പിന്നെ നോക്കുമ്പോഴല്ലേ മനസ്സിലായത് നമ്മളെ യേസുവാവേറുന്നത്. അങ്ങനെ ഫൈനലി നിക്കാഹൊക്കെ കഴിഞ്ഞ് നമ്മളെ ചെക്കൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ആളോട് ഞാൻ എൻഗേജ്മെന്റിന്റെ വ്ളോഗ് ഇട്ട ടൈമിൽ ആളെ കാണാൻ ഇത്ര രസം ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു പരാതി ആക്കുണ്ടായിരുന്നു. അതങ്ങ് മാറ്റാനാണെന്ന് തോന്നുന്നു. അന്നപ്പോ തൊട്ട് കൂളിംഗ് ഗ്ലാസ് ഇട്ടിരിപ്പാണ്. അതിന്റെ ഇടയ്ക്ക് ചെക്കൻ്റെ ഫ്രണ്ട്സിന്റെ വക അടിപൊളി ഗാനാലാപനം ഉണ്ടായിരുന്നു. ഡ്രസ്സ് മാറ്റാൻ പോയ നാജിയാനെ കാത്തുകാത്തിരുന്ന് ചെക്കൻ കുഴങ്ങിപ്പോയി. ഫൈനലി അവൾ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് മഹറിടൽ ചടങ്ങും കഴിഞ്ഞു. അങ്ങനെ മഹറിടൽ കഴിഞ്ഞ് ഓൾ ഉറങ്ങുന്ന ഒരു ഫോട്ടോ എടുത്ത് ഓളെ പറഞ്ഞു വിടാനുള്ള പരിപാടികൾ നോക്കി തുടങ്ങി. അങ്ങനെ ഓൾ ഇറങ്ങാൻ നിന്ന സമയത്ത് ഓളെ കെട്ടിപ്പിടിച്ചതിൽ ഉമ്മ കരഞ്ഞുപോയി. ഉമ്മ കരഞ്ഞത് കണ്ടതും സാനിയും കരഞ്ഞു. അങ്ങനെ ഓള് ചെക്കൻ്റെ വീട്ടിലേക്കും പോയി. ഞങ്ങൾ അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറി കഴിഞ്ഞതും പിന്നെ ഡാൻസായി പാട്ടായി. പിന്നെ മേക്കപ്പ് കുറച്ച് ഇളകി പോകുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇരുന്ന് ഡാൻസ് കളിച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.